ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിം പ്ലേ ആണ് ഇന്ന്. മൈൻക്രാഫ്റ്റിൻ്റെ ബെറ്റ എഡീഷൻ ആണ്. ഇത് പറ്റി ഇവിടം വഴി വെബ്സൈറ്റ് വഴിയാണ് കയറ്റിയത്. അതിൻ്റെ വേർഷൻ താഴെ എഴുതിയിട്ടുണ്ട്. മൊജാങ്കിൻ്റെ തന്നെയാണ്, താഴെ അതിൻ്റെ വേർഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് സാധാ റിയൽ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ, റിയൽ തന്നെയാണ്, ബെറ്റ എഡീഷൻ ആണെന്നേ ഉള്ളൂ. നല്ല ഗെയിം പ്ലേ ഐസിന് കിട്ടണത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഗെയിമിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇവിടെ കൂടിയൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ മരമുണ്ട്. നമുക്ക് ഫസ്റ്റ് മരം മുറിക്കാം. നന്നായിട്ടങ്ങ് മുറിച്ചേക്കാം മരം. ഇപ്പം നമ്മൾ മുറിച്ച് നമ്മുടെ ഈ കിട്ടിയേക്കണ ഈ ലോഗ ഒരു സ്പെഷ്യൽ ലോഗ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേൾഡിൽ വന്നിട്ട് ആദ്യമായിട്ട് മുറിച്ച ലോഗ ഇതാ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ലോഗ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കത് വേറെ വലിയ ബിൽഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ലോഗ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മേലിലായിട്ട് ഇതൊന്ന് വെച്ചേക്കാം. അതൊരു അടയാളത്തിനാണ് കേസ് വെക്കണത്. നമ്മുടെ ഡർട്ട് വെക്കണത് ഒരു അടയാളത്തിനാണ്. അപ്പോൾ നമുക്കത് അവിടെ വെച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ അതൊരു അടയാളം ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ആടിനെ കൊന്നിട്ട് ആദ്യം കുറച്ച് വൂളുണ്ടാക്കണം. വൂള് കിട്ടിയാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂല്ലോ. താഴെ വീണ് ചത്താലും മതിയായിരുന്നു. ചാവുന്നില്ലല്ലോ. നമുക്ക് അതിനെ ഒന്ന് വേഗം ഓടിപ്പോയി കൊല്ലാം. ഞാൻ കൊന്നിട്ട് വന്ന്. ഓക്കെ, നമുക്ക് ഒരു പൂള് കിട്ടി. പിന്നെ നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വെപ്പൻസ് ഒക്കെ ഉണ്ടാക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്വാഡ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കി. നമ്മൾ ഒരു ഷവൽ ഉണ്ടാക്കി. ഇനി നമുക്കൊരു ഹോയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സ് ഉണ്ടാക്കാനുള്ള ഇല്ല. അപ്പം നമുക്ക് വേഗം പോയി മരം മുറിച്ചിട്ട് ആക്സ് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആടിനെ പെട്ടെന്ന് കൊന്നേക്കാം. ഈ ആടിനെ കൊന്നാലേ നമുക്ക് നല്ല വൂള് കിട്ടുള്ളൂ. അത് സാപ്ലിങ്സ് വല്ല വീണിട്ടുണ്ടോ നോക്കട്ടെ. ഞാൻ നേരത്തെ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആടിനെ കൊല്ലാൻ പറഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ 2 ബെഡും കൂടി വേണ്ടി വരും. ഒരു ബെഡും കൂടി വേണ്ടി വരും. കാരണം എനിക്ക് ചുമ്മാ നമ്മൾ ഈ ബെഡ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊരു ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ വീട്ടിൽ തന്നെ ആകണമെന്നില്ലല്ലോ. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബെഡ് വേണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേഗം ഓടിപ്പോയി ഇവിടെയുള്ള ഗ്രാസിൽ നിന്ന് വല്ല സീഡും കിട്ടുമോയെന്ന് നോക്കട്ടെ. ഗ്രാസിൽ നിന്ന് സീഡ് കിട്ടുമോയെന്ന് അറിയത്തില്ല. ഒരു മെസ്സേജ് വന്നതാണ്. ഗ്രാസിൽ നിന്ന് സീഡ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് കുറച്ച് ഫാമൊക്കെ ഉണ്ടാക്കാൻ. സീഡൊന്നും ഇല്ല. നമുക്കതൊക്കെ പിന്നെ നോക്കാം. നമ്മൾ ഫസ്റ്റ് പോയി ഒന്ന് ആടിനെ കൊന്നേക്കാം. നമുക്ക് ഇനിയും ബെഡ് ഉണ്ടാക്കാൻ വൂള് വേണം. ഒരു ബെഡും കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയേക്കാം. അതാണ്. ഓക്കെ, നമുക്ക് വൂള് കിട്ടി. സ്വാഡുള്ളതുകൊണ്ട് 2 വട്ടം വെട്ടിയപ്പോൾ ചത്തുപോകും. ഓക്കെ, നമുക്ക് വേഗം ഓടിപ്പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് ഓടിപ്പോയിട്ട് നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാം. അവിടെ ഒരു ആട് പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 വൂളുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലവറൊക്കെ പറിച്ചിട്ടുണ്ട്. നമുക്ക് ഡൈ ആക്കിയിട്ട് നമുക്ക് ഒരു ബെഡൊക്കെ ഉണ്ടാക്കണം. എക്സ്ട്രാ ബെഡ് ഇരിക്കണത് നല്ലതാണ്. ഓക്കെ, നമുക്കപ്പോൾ വേഗം പോയിട്ട് ഇത് ഉണ്ടാക്കാം. ഡൈ ആക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മൾ കുറേ മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഇനി നമ്മൾ കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോവാം. ഓക്കെ, സ്റ്റോൺ മൈൻ ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ, സ്റ്റോൺ കൊണ്ട് നമുക്ക് പുതിയ ഒരു സ്റ്റാർട്ടർ ബേസ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റോൺ മൈൻ ചെയ്ത് സ്റ്റോൺ കുറേ ആവശ്യമുണ്ട് സ്റ്റാർട്ടർ ബേസിന്. പിന്നെ ഫർണസ് ഒക്കെ വേണ്ടി വരും. നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്ത് വരാം. സ്റ്റോൺ മൈൻ ചെയ്യാൻ പോയപ്പോൾ ലക്കുണ്ട് എനിക്കിത്. അയൺ ലക്കിൻ്റെ പോയി. ആ അയൺ ഞാനാണെങ്കിൽ ഇല്ലേ വുഡൻ പിക്കാക്സ് കൊണ്ട് മൈൻ ചെയ്ത് പോയി. അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. അപ്പോൾ നമ്മളെല്ലാം മൈൻ ചെയ്തത് ഫർണസും ഉണ്ടാക്കി. നമ്മൾ ഒരു സ്റ്റാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫർണസ് ഉണ്ടാക്കിയപ്പോൾ ഒരു സ്റ്റാക്ക്
മറ്റേ കല്ല് തീർന്നു പോയി, കോപ്പിൾ സ്റ്റോൺ തീർന്നു പോയി. നമുക്കത് ഉരുക്കാൻ വെക്കാം. ഉരുക്കി കഴിഞ്ഞ് നമുക്ക് കുറച്ച് ആർമർ സെറ്റ് ആക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും മൈൻ ചെയ്തിട്ട് നമുക്ക് ടൂൾസും ഉണ്ടാക്കാം. ഓക്കെ, അത് സ്മെൽറ്റ് ആകാൻ വെക്കട്ടെ. സ്മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കിട്ടുമല്ലോ അയൺ. ആ അയൺ കൊണ്ട് നമുക്ക് ആർമർ സെറ്റ് ആക്കണം. ഓക്കെ, ആർമർ സെറ്റ് കിട്ടിയാൽ നമുക്ക് അധികം ഡാമേജ് ഒന്നും എടുക്കത്തില്ലല്ലോ. ഇത് ഫുൾ ആർമർ സെറ്റ് ആക്കാനുള്ള ഇല്ല, നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാനുള്ളതില്ല. നമുക്ക് ഹെൽമെറ്റും പിന്നെ ബൂട്ട്സും പിന്നെ ഒരു പാൻറ്റും ഉണ്ടാക്കാനുള്ളേ ഉള്ളൂ. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാനുള്ളത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും ഉണ്ടാക്കാം, എന്നിട്ട് ഫുൾ ടൂൾസും ഉണ്ടാക്കാം. ഓക്കെ, നമുക്കൊന്ന് കണ്ടാ ഗൈസ്, ചെസ്റ്റ് പ്ലേറ്റ് ഇല്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെസ്റ്റ് പ്ലേറ്റും മറ്റേ ഫുൾ ആർമറാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ആ താഴെ ഇരിക്കുന്ന ക്രാഫ്റ്റിംഗ് ടേബിൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഓക്കെ.